ഗൈസ് നമ്മള് വീണ്ടും ഈറ്റില്ലത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വീഡിയോ എടുത്തൊക്കെ ഡിലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ തിന്നലുണ്ടല്ലോ, അപ്പൊ ഈറ്റ് ഇല്ല. ആരാണ് സിംഗിൾ ആണോ റെഡി ടു പെയർ എന്നൊക്കെ മൗലൂദ് ഉണ്ട് കേട്ടോ എന്റെ വക. ഞാൻ 200 ഇട്ട് പാടേ അല്ല ഒരു ഇൻട്രോ ഇൻട്രോ എടുക്ക്. പ്രിയപ്പെട്ട ചിറ്റങ്ങര നിവാസികളെ, നിങ്ങളുടെ എല്ലാവരുടെയും വിനീതമായ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇന്ന് ഈ പരിപാടിയിൽ പ്രശസ്തനായ വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇൻട്രോ ഇതാ വരുന്നേ എന്താണ് ഇവിടെ നടക്കുന്നത്? ബർത്ത്ഡേക്ക് ഇതാ കുഞ്ഞു പിള്ളേരെ വരെ വിളിച്ചിട്ടുണ്ട്. 18 അല്ലേ? അതെ, വീട്ടേക്കല്ലേ? അതാണ് എന്നെ വിളിച്ചേ. വീട്ടേക്കിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാം ഒറ്റ വാക്കിൽ എന്ത് പറയാം? ഇവരാണ് ഹെയർ സ്റ്റൈല് മാറ്റി. എന്റെ മോനെ മനസ്സിലായില്ല കാര്യം എങ്ങനെയായി. പുറത്തു പോയി ചെയ്തില്ലേ? 30ാം വാർഷികം ആഘോഷിക്കുകയും 24 സ്റ്റാറ്റസ് ഇടുന്ന വാഴയാണ് ഞങ്ങളുടെ ഹീറോ. വാഴയെ കുറിച്ച് 2 പേർക്ക്. നാട്ടിൽ അവൻ മാഞ്ഞനാണോ? അല്ല, എന്റെ നാട്ടിൽ ഞാൻ കഴിഞ്ഞ പിന്നെ ഓന്റെ മായ ഞങ്ങൾക്കറിയാം. അപ്പൊ നീയും മുട്ട് അതിനിപ്പോ എന്താ? വാഴയെ കുറിച്ച് 2 വാക്ക് അനുസരിച്ച് പറയൂ. അപ്പൊ എന്റെ സുഹൃത്തുക്കൾ ജനുവിൻ അല്ലാത്തവരുണ്ടെന്നാണ്. എന്തിനാ അവരെ സുഹൃത്തുക്കളായി കാണുന്നത്? അങ്ങനെ ഒരു വാഴയാണ് വീട്ടൊക്കെ വാഴ. അപ്പൊ 5ൽ എന്തോ വലുത് വീട്ടൊക്കെ വാഴ കൊണ്ടുവന്നുണ്ട്. ജനുവിൻ ഫ്രണ്ട് ഒക്കെ ആയതുകൊണ്ട് അത് വയ്ക്കാൻ നമ്മൾ കണ്ടാരാ. ഏത്? അപ്പൊ എന്റെ അല്ല കട്ടതാ. അപ്പൊ എന്റെ അല്ല. എനിക്ക് വീട്ടൊക്കെ വാഴനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? എന്താണ് വാഴന്റെ ശരിക്കത്തെ പേരെന്താ? വാഴ എടാ, അന്റെ ശരിക്കത്തെ പേര് ഫിസി. പറയോ? കോളേ ഫ്രണ്ട് വേണോ? അല്ല, ഫുണ്ട. ഇവന്റെ ശരിക്കത്തെ പേര് ആർക്കും അറിയില്ല. പറയോ? ഇവനല്ല, വീട്ടക്കാരുടെ ഒരു ആത്മാവാണല്ലത്. മിസ്സിസോ? മിസ്സല്ലേ? അല്ല, മിസ്റ്റർ അല്ലേ? ഇവന് കല്യാണം കഴിഞ്ഞാണ്ടൊക്കെ ചില സാങ്കേതിക കാരണം കൊണ്ട് ഭാര്യക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. അത് വേറെയാണോ ആകാശം? എന്താ കാട്ടിനെ? അത് കത്തി അടിക്കല്ലേ? ബാങ്ക് കിട്ടു. അപ്പൊ എന്താണ് ഇതൊക്കെ വീട്ടിൽ വെച്ച് വന്നൂടെ? വീട്ടൊക്കെ വാഴ ഈ ചെക്കന്മാരെ എല്ലായിടത്തും കൊണ്ടുകൊണ്ട് റിസോർട്ട് വന്ന അപ്പ ഈ ചെക്കന്മാരെ വിളിക്കും അല്ലേ? അന്ന് കോട്ടയത്തെ കൊണ്ടുവന്നല്ലോ. കഷണ്ടി കാണൂല. അപ്പൊ കഷണ്ടി കാണൂല. വെക്കടാ. അല്ല വെച്ചാ വെച്ചിട്ട് ഊരാ. എന്റെ ആഗ്രഹല്ലേ? നാട്ടുകാരെ, 30ാം വയസ്സിലെ പുറന്തനാൾ ആഘോഷിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ബിടെക് വായക്കും അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ പാർട്ടി അതിഗംഭീരമാക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മളെല്ലാരും ക്യാമറയ്ക്ക് പിറകിലുള്ള ബ്രോക്കുട്ടൻ, എല്ലാരും
നിങ്ങളെ ക്ലബ് ഏതാ? റെയിൻബോ ക്ലബ് അല്ലേ? അല്ല അന്നെ വീഡിയോ എടുക്കണ്ടായിരുന്നേ. അല്ല പിന്നെ ആരണ്ടേ പറഞ്ഞവേ അന്നെ എടുക്കണോ വേണ്ട ഇപ്പൊ പറഞ്ഞോ. ഡിലീറ്റ് ആക്കൂലട്ടോ മോനെ. എന്നിട്ടോ നാളിടോ ഇജ്ജ് രംഗണ്ണന്റെ ആളാ. അപ്പൊ ഇജ്ജോ എടാ അവനെ ഇക്കാന്ന് വിളിച്ചാ. ആ ചെക്കനെ കൊണ്ട് ഇക്കാന്ന് ഏൽപ്പിക്കാൻ എനിക്ക് ബാക്കിയുള്ള സ്വന്തം അനിയനാ. ഇവന് പറയുടെ ടീഷർട്ട് ഒക്കെ ഇവരൊക്കെ പറയുടെ ടീഷർട്ട് ഇട്ടണല്ലോ. വീട്ടൊക്കെ വേണ്ട അതിമനോഹരമായ കേക്ക് തന്നെ സഹായിച്ചത് നമ്മൾ പൈസ കൊടുത്തപ്പോൾ ഷോപ്പിൽ നിന്നും ഹണി കേക്കിൽ നിന്നാണ്. ഈ ചെക്കന്മാരട്ടതൊക്കെ അറേഞ്ച് ചെയ്ത് പൈസ കൊടുത്തു. ഇത്ര ആളുകളുണ്ട്. നല്ല ചൂടുണ്ടല്ലേ? എയറിൽ നിന്നും ഭൂമിയിലേക്ക് നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. വരോ ജിമ്മ മസിലൊക്കെ ആക്കി പരിപാടിയല്ലേ. പുത്രൻ പിറന്നിതാ പണ്ടേ മഹാധ്യായം തുടക്കമായെന്ന്. അവസാനത്തെ ആഗ്രഹം പറയാൻ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ ഇന്ന് തീർക്കും. നിങ്ങളുണ്ടോ? നിങ്ങളെ ക്ലബ്ബ് VS നമ്മള് അന്താക്ഷരി കളിക്കണ്ടല്ലോ. നിങ്ങൾ തോൽക്കും. നല്ല എല്ലാത്തിനും പറ്റണേ. കളിക്കടാ. കഴിഞ്ഞിട്ടുണ്ട്. അതിലെന്തുണ്ടോ ഞാൻ പാട്ട് ഫസ്റ്റ് ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്നത് ഒരു കിണ്ടിയാണ്. ഇനിയെങ്കിലും കുണ്ടി കഴിക്കണം ബിടെക്. ഇപ്പൊ തന്നെ പോ കാട്ടിപ്പോ. അപ്പൊ 30ാം വയസ്സ് ആഘോഷ ബിടെക്കിന് ഏറ്റവും നല്ല സമ്മാനം നൽകി എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. വീട്ടിൽ പോയിക്കോളെ, പേരാ പോയിക്കോളെ. അപ്പോ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹാപ്പി അല്ലേ? കണ്ടൊരു ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ അക്ഷയ് ചേട്ടാ. അങ്ങനെ യൂത്ത് കഴിഞ്ഞു. ഇനി അങ്കിളാവാൻ പോകുന്ന ഒരു ഇതാണ്. കാരണം 30 കഴിഞ്ഞല്ലോ. കഴിഞ്ഞു 20 ചെക്കന്മാരെ എപ്പോഴും നടക്കണേ. യൂത്താന്നായിരിക്കും. എന്താല്ലേ ഇതെന്താണ് ജീവിതത്തിൽ എന്താണ് ആഗ്രഹം? എന്താണ് ജീവിതത്തിൽ അടുത്തത്? എന്താണ് നേടാഗ്രഹം? കല്യാണത്തിനെ കുറിച്ച് കെട്ടണമെന്നല്ലോ. ബൈ ഗായ്സ്. അപ്പൊ അടുത്ത വീഡിയോ വരാം. അഞ്ചിന്റെ 5 ലൈന് വേണേ കാണാൻ പോരെ.
ഇവരാണ് ടോക്കെടുത്തോ ഇത്ര ആൾക്കാരോ? ഓ അഞ്ചിൽ ഇന്നക്കുള്ള കിട്ടുന്നു. യോ യോ ഒരുപാട് മട്ടുണ്ടാ പോകുന്നു. നിന്നും കൂട്ടി ഞാനും എന്റെ ആളും ഞാനും എന്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും എന്റെ ചങ്ങായി ബ്രോക്കൂട്ടനും ഒരു റിസോർട്ടിൽ പോയി. വളി കൊണ്ടാകെ വരച്ച് അവൻ നിറച്ച് ഞാനൊന്ന് നോക്കി, അവൻ എന്നെയും നോക്കി. കാല് വിടർത്തി ഒന്നര പൊട്ടിച്ചു നോക്കി. ഞാനും മനത്തെ കൊള്ളാതോറന്ന് ശ്വസിച്ചവൻ ബ്രോക്കുട്ടൻ്റെ അളി. ബ്രോക്കർ വീട്ടക്കാണ്. വീട്ടക്കല്ല ഇപ്പൊ ഹോട്ടലിലേക്കാണ് പോകുന്നത്. വീട്ടക്കിന് ഒരുപാട് ഫാൻസ് ഇവിടെ കൂടിയിട്ടുണ്ട് കേട്ടോ. വീട്ടക്ക് വരുന്ന അറിഞ്ഞിട്ട് ഒരുപാട് ഗേൾസ് ഫാൻസ് ഒക്കെ ഉണ്ട് വീട്ടക്കിന് ഇവിടെ. വീട്ടക്ക് അങ്ങനെ ചാടി കളിക്കുകയാണ്. ചാടി കളിക്കി. ഹോട്ടൽ ഉറൈമിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടക്കിന്റെ അന്ത്യാഭിലാഷമായ നമ്മൾ ഉറൈമിയിലേക്കാണ്. വീട്ടക്കാണ് ഇവിടേക്ക് നമ്മളെ കൊണ്ടുവന്നത് കേട്ടോ. ഈക്ക ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ വന്നത്. പക്ഷേ ഈക്കയ്ക്ക് എന്തോ വേണം. ഇവിടെ ഈ ചെക്കൻ എന്തോ തരുന്നുണ്ട്. എടാ പറഞ്ഞോടക്ക് കറി അതെ. ഹായ് പായുന്നില്ല. ഇന്ന് നമ്മുടെ ബില്ല് കൊടുക്കാൻ പോകുന്ന മച്ചാന്മാരാണ് കണ്ടേ. 31 വയസ്സിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടൊക്കെ വളരെ ജെൻഡർ ആവശ്യത്തിന്റെ ഭാഗമായി നമ്മൾ കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികളെ തന്നെ പഠിക്കും. ഇപ്പൊ വല്ല കോൺഫ്ലക്സോ വേണം. നല്ല മോളുള്ള പേര് പറയും. ഇർഫാനോ? അതെ. ഇവര് 10ാം ക്ലാസ്സാ? വീടെവിടാ? ഫുഡ് കഴിക്കാം. കുടിച്ചോ?